الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. صلي وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. സൂറ അൽ-മാഇദ 106 വചനം നോക്കൂ നിങ്ങൾ. വസിയ്യത്തുമായി ബന്ധപ്പെട്ട ആയത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചു തരുന്നു. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, ഷഹാദത്തു ബൈനിക്കും, നിങ്ങൾക്കിടയിലുള്ള ഷഹാദത്ത്, സാക്ഷി, ഇദാ ഹളറ അഹദകുമുൽ മൗത്ത്, നിങ്ങളിൽ ഒരുവൻ മരണാസന്നനായി കഴിഞ്ഞാൽ, ഹൈനൽ വസിയ്യ, വസിയ്യത്തിന്റെ സന്ദർഭം നിങ്ങൾക്കിടയിൽ നിങ്ങൾ മരണാസന്നനായി കഴിയുകയാണെങ്കിൽ വസിയ്യത്തിന് 2 സാക്ഷികൾ വേണമെന്നാണ് പറയുന്നത്. ഇസ്നാനിദവാ അതിലുമ്മിൻകും, നിങ്ങളിൽ നിന്നുള്ള നീതിമാന്മാരായ 2 സാക്ഷികളെയാണ് നിങ്ങൾ സാക്ഷി നിർത്തേണ്ടത് വസിയ്യത്തിന്. ഔ അല്ലെങ്കിൽ ആഖറാന മിൻ ഗൈരിക്കും, നിങ്ങളല്ലാത്തവരിൽ നിന്നുള്ള 2 സാക്ഷികൾ എന്ന് പറഞ്ഞാൽ ികളായ ആ ഇസ്ലാമിക ഭരണത്തിന് കീഴിൽ കപ്പം കൊടുത്ത് ടാക്സ് കൊടുത്ത് കഴിയുന്ന ആ നല്ല വിശ്വസ്തരായ 2 പേരായാലും പറ്റുമെന്നാണ്. അത് മുസ്ലിമീങ്ങളെ കിട്ടിയില്ലെങ്കിലാണ് അങ്ങനെ ചെയ്യേണ്ടത്. ഇനി നിങ്ങൾ ഭൂമിയിൽ സഞ്ചരിക്കുന്നവരായാൽ, അതായത് യാത്രയിലാണെങ്കിൽ, അങ്ങനെ നിങ്ങളെ മരണത്തിന്റെ വിപത്ത് ബാധിക്കുകയും ചെയ്താൽ, ആ 2 സാക്ഷികളെയും നിങ്ങൾ തടഞ്ഞു നിർത്തണം. നമസ്കാര ശേഷം എന്തിനു വേണ്ടിയാണ് തടഞ്ഞു നിർത്തേണ്ടത്? അവർ 2 പേരും അല്ലാഹുവിനെ കൊണ്ട് സത്യം ചെയ്ത് പറയണം. നോക്കൂ നിങ്ങൾ, നമസ്കാര ശേഷം സത്യം ചെയ്യാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇനി നിങ്ങൾ സന്ദേഹങ്ങളിൽ പെടുകയാണെങ്കിൽ, നിങ്ങൾക്ക് സന്ദേഹമുണ്ടെങ്കിൽ, സംശയമുണ്ടെങ്കിലാണ് അങ്ങനെ സത്യം ചെയ്യിപ്പിക്കേണ്ടത്. നോക്കൂ നിങ്ങൾ, എന്താണ് അവർ സത്യം പറയേണ്ടത്? ലാ നസ്തരീ ബിഹി സമനൻ ഖലീലൻ, ഈ സത്യവാചകത്തിന്റെ പേരിൽ, ഈ സാക്ഷി നിൽക്കുന്നതിന്റെ പേരിൽ ഞങ്ങളൊന്നും തന്നെ ഒരു വിലയും ഞങ്ങൾ വാങ്ങുകയില്ല. വലൂകാനദാ ഖുർബ, അവർ അടുത്ത ബന്ധുക്കളായാലും ശരി. വലാനത്തുമു ഷഹാദത്തല്ലാഹ്, അല്ലാഹുവിന്റെ സാക്ഷ്യം ഞങ്ങൾ മറച്ചു വെക്കുകയില്ലെന്നും അവർ സത്യസാക്ഷ്യം പറയണം. അവർ സത്യം ചെയ്തു പറയണം. ഇന്നാ ഇദൻ മിനൽ അസ്മീൻ, അങ്ങനെയെങ്കിൽ ആ രൂപത്തിൽ ഞങ്ങൾ സാക്ഷ്യം വഹിച്ച് അതിനെ ലംഘിക്കുകയാണ്, ഞങ്ങൾ കുറ്റക്കാരായി പോകുമെന്നും അവർ പറയണമെന്നാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.